ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താങ്ങുപീഠവും ദ്വാരപാലകാശില്പങ്ങളും കട്ടിളയും കടന്ന ചോദ്യമുന കൊടിമരത്തിലേക്ക്. 2017 പഴയ കൊടിമരം മാറ്റിസ്ഥാപിച്ചതിലെ ക്രമക്കേടിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. വാജിവാഹനം തന്ത്രിക്കു കൈമാറിയത് അന്നത്തെ UDF ഭരണസമിതി അംഗങ്ങളാണെന്നും കൊടിമരത്തിന് ബലക്ഷയമുണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. താന്ത്രിക വിധി പ്രകാരമാണ് വാജിവാഹനം കൈമാറിയതെന്നായിരുന്നു ഭരണസമിതി അംഗം അജയ് തറയിൽ ഉയർത്തിയ ന്യായീകരണം. എന്നാൽ ദേവസ്വം സ്വത്ത് പൊതുമുതലാണെന്നും ആർക്കും കൈമാറാൻ പാടില്ലെന്നുമുള്ള ദേവസ്വം കമ്മീഷണറുടെ 2012 ഉത്തരവ് ഇന്ന് പുറത്തുവന്നതോടെ ഈ വാദം പൊളിഞ്ഞു. ഇതോടെ ഉത്തരവിനെക്കുറിച്ച് അറിയില്ലെന്നായി അജയ് തറയിൽ. കൈമാറ്റത്തിനെതിരെ അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന K രാഘവനും രംഗത്തെത്തിയതോടെ അജയ് തറയിൽ വീണ്ടും വെട്ടിലായി. ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല. ഒരാളും ലൈസൻസ് ഓഫീസർമാര്, വക്കീലുമാർ ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. വാജിവാഹനം കൈമാറുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ്. ഇതിനൊന്നും വ്യവസ്ഥയോ ലിഖിതമായ നിയമങ്ങളോ ഒന്നും രേഖകളോ ഒന്നും തന്നെ ഇല്ല. ബലക്ഷയമില്ലാത്ത കൊടിമരം മാറ്റിയതിനു പിന്നിലെ ദുരൂഹതയുടെ ചുരുളുകളും അഴിയുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോണക്സ് ഫൗണ്ടേഷൻ കൊടിമരം പൂർണ്ണമായും സ്പോൺസർ ചെയ്തത് മറച്ചുവെച്ച് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് വൻ പണപ്പിരിവ്. സിനിമാ താരങ്ങളിൽ നിന്നുൾപ്പെടെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതോടെ കൊടിമരം മാറ്റിയത് തട്ടിപ്പിന് കളമൊരുക്കാനാണെന്ന സംശയവും ബലപ്പെടുന്നു. ആരോപണമുനയിൽ പ്രതിസന്ധിയിലായതോടെ സൂക്ഷ്മതയോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ക്രമക്കേട് നടന്നത് ആരുടെ കാലത്തായാലും അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും 50 വർഷത്തെ നടപടികൾ അന്വേഷിക്കട്ടെയെന്ന് VD സതീശനും പറഞ്ഞുവെച്ചു. സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. ഒരു 50 കൊല്ലം മുമ്പിലേക്ക് കൂടി പുറയിലേക്ക് കൂടി പോട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന്. ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പൊ സ്വർണ്ണക്കൊള്ള നടത്തിയത് മറയ്ക്കാൻ പറ്റുമോ? കൊടിമരക്കൊള്ളയ്ക്ക് പിന്നിലും വൻ തോക്കുകളോ?